പോയി പറഞ്ഞു തീർക്കാത്തായിട്ട് എന്താ? അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് എന്ന് പറയുന്നതാണ്. ഓക്കെ, സെറ്റ് എന്ന് പറയും. ഓക്കെ, പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവരും വന്നെന്ന് കരുതുന്നു. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. കുറെ പേര് വരാണ്ടെന്ന് തോന്നുന്നല്ലോ. പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാവോ? ഗൈസ് ഒന്ന് റിപ്ലൈ ചെയ്യൂ. ജസ്റ്റ് ടെക്സ്റ്റ് ചാനലും ചെയ്താൽ മതി, ചാറ്റിൽ ടെക്സ്റ്റ് ചാനലും ചെയ്താൽ മതി. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് ആണ്, SCT എന്ന് പറയും. ഓക്കെ, SCTയുടെ നമ്മൾ പ്രാക്ടിക്കലും തിയറിയും കൂടെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് വെച്ചാൽ. ഓക്കെ, അപ്പൊ SCT എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് തുടങ്ങുവാണ്. ഇനി വരാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് ടൈം പോവാണ്. ഓക്കെ, അപ്പം SCT എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് എന്നാണ്. ഓക്കെ, അപ്പം എന്താ സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സോഷ്യൽ എഞ്ചിനീയറിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂൾ കിറ്റ് ആണ് ഈ SCT എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ റിയൽ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ റിയൽ യൂസറിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യത്തില്ല. പകരം നമ്മൾ കാളി മിഷനിലുള്ള കൺട്രോൾഡ് ലാബ് മാത്രമായി ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇത് സെറ്റ് ആകണം. ഓക്കെ, അപ്പം ഓക്കെ, ഞാനപ്പോൾ ഇവിടെ ഒന്ന് സുഡോ SCT ടൂൾ കിറ്റ് ഒന്ന് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, ഓൾറെഡി ഇതിൻ്റെ അകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടൊരു വെർഷൻ ആണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് കാളി ലിനക്സിൽ പോയി ഇവിടെ SCT അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. SCT ടൂൾ കിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് സുഡോ വെച്ചിട്ടൊന്ന് ഓപ്പൺ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഓപ്പൺ ആയി വന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കുറച്ച് മെനു ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ മെനു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ് കാണുന്ന ഈ മെനു ഓപ്ഷൻ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യും, എന്നിട്ട് എന്തൊക്കെ കാണാൻ പറ്റുന്നതെന്ന് പറ. ഒന്ന് റെസ്പോണ്ട് ചെയ്യടേ. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന ആരൊക്കെയോ വരാതുണ്ടല്ലോ, കുറെ പേര് കയറാണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കാൻ നേരത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടൂൾ കിറ്റിൻ്റെ കുറച്ചൊരു 6 മെനു ഓപ്ഷൻ്റെ അകത്ത് ഒരു 6 എണ്ണം നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കുറെ വേറെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ അകത്ത് മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ആണ്. ഓക്കെ, എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്താ? അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് ഓക്കെ, അപ്പൊ ഞാനിത് ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇതിൻ്റെ ഉള്ളോട്ട് വന്നാൽ ഇവിടെ സ്പിയർ ഫിഷിംഗ് അറ്റാക്ക് വെക്ടേഴ്സ്, വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടേഴ്സ്, അതുപോലെ തന്നെ ഇൻഫെക്റ്റിയസ് മീഡിയ ജനറേറ്റർ, ക്രിയേറ്റ് എ പേലോഡ് ആൻഡ് ലിസണർ, അതുപോലെ മാസ് ഫെയിലർ ആക്റ്റീവ് അറ്റാക്ക്, അർഡിനോമീസിൽ
അറ്റാക്ക് വെക്ടർ, വയർലെസ് ആക്സസ് പോയിന്റ് അറ്റാക്ക് വെക്ടർ, അങ്ങനെ എന്താ കുറേ ഒരു 10 ഓപ്ഷൻസ് കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഞാൻ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് കൊടുക്കുവാണ്. ഓക്കെ, ഇത് കൊടുത്തപ്പോൾ എന്താ ഇവിടെ വന്നേക്കുന്നത് എന്താ ഇവിടെ എന്താ പല അറ്റാക്ക് മെത്തേഡ്സും ഉണ്ട്. എല്ലാം എന്താ നമുക്ക് ബ്ലൈൻഡ്ലി ഒന്നും സെലക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല, അങ്ങനെ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഓരോ മെത്തേഡ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്താ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലോക്കൽ ഒരു ഫിഷിംഗ് സിമുലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു റിയൽ വെബ്സൈറ്റും അല്ല, ഒരു റിയൽ യൂസറും ഇല്ല, എന്താ അവിടെ ഒരു റിയൽ ആയിട്ടുള്ള ക്രെഡൻഷ്യൽസും ഇല്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ IP ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, 192. ഇതാണ് എൻ്റെ IP എന്ന് പറയുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ വേറെ ടെർമിനലോട് ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, PWD ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു എന്താ ഒരു ഫിഷിങ്ങിൻ്റെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നമ്മൾ നാനോ വെച്ചിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകാം, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് എന്താ ഒരു കോഡ് കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, ജസ്റ്റ് ഒരു സിമ്പിൾ കോഡാണ്. അപ്പോൾ ഇത് സേവ് ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോൾ O കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു, Ctrl X അടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. അപ്പം ls -l. നമ്മളിവിടെ ഒരു ഫിഷിംഗ് അറ്റാക്ക് ആട്ടോ നോക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ലാൻഡിംഗ് പേജ് ആണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ഒരു റെസ്പോൺസ് ഇല്ല, എന്നിട്ട് എന്തോ ഒരു അങ്ങോട്ട് ഓക്കെ പോലെ ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ലോക്കൽ വെബ് സെർവർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, Python 3. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ബ്രൗസറിലേക്ക് ഒന്ന് പോവുകയാണ്.
ഞാൻ ബ്രൗസറിലേക്ക് പോയിട്ട് ഇതൊന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുവാണ്. ഓക്കെ, നമ്മളിതാ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത പേജാണിത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പോവാം. ഇവിടെ ടെസ്റ്റ് യൂസർ പാസ്വേഡിന്റെ അവിടെ നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് ടെക്സ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കാൻ പോവാം. ഓക്കെ, ഓക്കെ, ഇതിന്റെ ഇപ്പൊ നമ്മളിവിടെ എന്താ ഈ ബട്ടൺ വർക്കിംഗ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ അത് വർക്ക് ആവത്തില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്നിത് പറയുന്ന വല്ലതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പം ഒരു ഫിഷിംഗ് അറ്റാക്ക് നടക്കുന്നത് ഇതുപോലെ ആയിരിക്കും. പറഞ്ഞാൽ എന്താ, ഒരു അറ്റാക്കർ എന്താ ഇതേപോലെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു സിമ്പിൾ ലാൻഡിംഗ് പേജ് ആണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പം യൂസർ ഒരു എന്താ ലോഗിൻ പേജിലേക്ക് പോകുന്നു. അവിടെ യൂസർ നെയിമും പാസ്വേഡ്സും ഉള്ള ആ ഫീൽഡ് കൊടുക്കുന്നു. സോ ലോഗിൻ ബട്ടൺ കൊടുക്കുന്നു, വെബ് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, അവിടെ ഒതന്റിക്കേഷൻ നടക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പേജിൽ എന്താ ബാക്ക് എൻഡ് അല്ലേ ഒതന്റിക്കേഷൻ ഇല്ല. അതുകൊണ്ട് എന്താ ഇതിന്റെ UI എന്താ ഇതൊരു എന്താ UI പ്ലസ് അവയർനെസ് ഡെമോൺസ്ട്രേഷൻ മാത്രമായിട്ടാണ് നമ്മളോട് ചെയ്തേക്കുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പം അടുത്ത സ്റ്റെപ്പിലേക്ക് ഇപ്പം ഇതാണ് അടുത്ത ഇതാണ് അതിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്കെന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഫിഷിങ് ഒരു മെയിൻ മെത്തേഡാണ് കേട്ടോ. ഇത് ഇതിന്റെ മൊത്തത്തിലുള്ളൊരു ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം.
ഓക്കെ, നമ്മൾ വീണ്ടും ഒന്നുകൂടെ സുഡോ വെച്ചിട്ട് സെറ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. സോ അതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ്. എന്താ സെറ്റിന്റെ മെയിൻ കാറ്റഗറിയാണ് എന്താ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞത്. ഇതിന്റെ ഉള്ളിൽ പല ടൈപ്പ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് നമ്മൾ അതിലേക്ക് പോയപ്പോൾ കാണുന്നത്. ഇപ്പൊ ഇതിന്റെ നമുക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താ, ഒന്ന് നമ്മൾ കൊടുത്തപ്പോൾ ഇതിന്റെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്പിയർ ഫിഷിംഗ് അറ്റാക്ക്, വെബ്സൈറ്റ് അറ്റാക്ക്, അങ്ങനെ ഞാൻ ഓൾറെഡി നേരത്തെ ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ വെബ്സൈറ്റ് അറ്റാക്കാണ് അടുത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതെന്തിനാ നമ്മൾ ഇത് കൊടുക്കുന്നതെന്ന് അറിയാമോ? വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടർ എന്താന്ന് വെച്ചാൽ എന്താ, ഒരു യൂസറിനൊരു എന്താ ഡിസിപ്റ്റീവ് വെബ്സൈറ്റ് പേജിലേക്ക് എന്താ എത്തിച്ചിട്ട് അവരുടെ എന്താ ഇന്ററാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നൊരു ബേസിക് കൺസെപ്റ്റ് ആണ് എന്താ ഈ ബേസിക് അറ്റാക്ക് വെക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, അതിന്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ഞാൻ ഫിഷിങ്ങിന്റെ ഇത് ലിങ്ക് ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫിഷിങ്ങിന്റെ ഒരു മെസ്സേജ് വരുവാണ് ഒരു ലിങ്ക് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ എന്താ നിങ്ങളിപ്പോ യൂസർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ആ സമയത്ത് എന്താ വെബ്സൈറ്റ് എന്താ വെബ്സൈറ്റിലേക്ക് പോകുന്നു. സോ അവിടെ നമ്മൾ എന്താ യൂസർ ഇന്ററാക്ഷൻ ചെയ്യുവാണ് അവിടെ. സോ അത് അവിടെ നിന്ന് എന്താ സെർവറിലേക്ക് പോകുന്നു. ഓക്കെ, സെർവർ സെറ്റ് ചെയ്തേക്കുന്ന സെർവറിലേക്ക് പോകുന്നു. സോ അപ്പൊ എന്താ നമ്മുടെ ഇന്ററാക്ഷൻസ് ഒക്കെ എന്താ കളക്ട് ചെയ്യുന്നൊരു രീതിയാണ് എന്ത് ഈ വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെറ്റിന്റെ അത് എന്താ ഈ വെബ്സൈറ്റ് അറ്റാക്ക് വെക്ടറിന്റെ അകത്ത് എന്താ കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോ നിങ്ങൾ നോക്കിയാൽ എന്താ വെബ് അറ്റാക്കർ മൊഡ്യൂൾ ഈസ് യൂണിക് എ അങ്ങനെ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ ഇത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ജാവ ആപ്ലെറ്റ് അറ്റാക്ക് മെത്തേഡ്, മെറ്റാസ്പ്ലോയിറ്റ് എന്താ ബ്രൗസർ എക്സ്പ്ലോയിറ്റ് മെത്തേഡ് ഉണ്ട്, ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ അറ്റാക്ക് മെത്തേഡ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഇതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ യൂസർ ഫേക്ക് ആയിട്ടുള്ള ഒരു ലോഗിൻ പേജിലേക്ക് ജോയിൻ ചെയ്യുന്നു, ഡേറ്റ സബ്മിറ്റ് ചെയ്യുന്നു, എന്താ അത് സെർവറിലേക്ക് പോകുന്നു. ഇതെന്താ ക്രെഡൻഷ്യൽ എക്സ്പോഷർ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രെഡൻഷ്യൽ എക്സ്പോഷർ എന്ന എങ്ങനെ സംഭവിക്കാന്നൊരു കൺസെപ്റ്റാണ് ഈ ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ സൈറ്റ് ക്ലോണർ ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു എക്സിസ്റ്റിംഗ് വെബ് പേജ് പോലെ എന്താ ഒരു പേജ് ഉപയോഗിച്ചിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുകയാണ് അവിടെ. വെച്ചാൽ ഇന്നിപ്പോ പബ്ലിക് വെബ്സൈറ്റ് ക്ലോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ എന്താ സ്വന്തം ട്രെയിനിങ് പേജ് ഉപയോഗിച്ചിട്ട് കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് ഞാൻ ഇപ്പൊ ജസ്റ്റ് കാണിച്ചത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജിലേക്ക് നമ്മൾ ലോക്കൽ ലാബിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. ഓക്കെ, പിന്നത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മളിന്റെ നേരത്തെ IP എടുത്തപ്പോൾ 192.168.1.1.5 എന്ന് പറയുന്ന IP ആയിരുന്നു എന്റെ കിട്ടിയത്. പക്ഷെ അത് നമ്മൾ അവിടെ അത് ഉപയോഗിച്ചില്ല. നമ്മൾ 127.0.0.1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ 127.0.0.1 എന്ന് പറയുന്ന ലോക്കൽ ഹോസ്റ്റ് ആണ്. അപ്പൊ അതായത് എന്താ ട്രാഫിക് നമ്മുടെ സ്വന്തം കാളി മെഷീനിൽ തന്നെ ആയിരിക്കും തുടരുന്നത്. ഒരു ബിഗിനർ ലാബിനൊക്കെ സേഫ് ആയിട്ട് അത് സിമ്പിൾ ആയിട്ടും ഇതാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ പേജിന്റെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നമ്മൾ 3 കൊടുത്തു. ഇത് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്രെഡൻഷ്യൽ ഹാർവെസ്റ്റർ. സോ
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാനായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോ കസ്റ്റം ഇമ്പോർട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് ബാക്ക് അടിക്കാം. ഇത് നമുക്ക് വേണം 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് വെബ് ടെംപ്ലേറ്റ്സ് ഉണ്ട്, സൈക്ലോണർ ഉണ്ട്, കസ്റ്റം ഇമ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കസ്റ്റം ഇമ്പോർട്ട് വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മളിവിടെ ഒരു ലാൻഡിംഗ് പേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പോസ്റ്റ് ബാക്ക് ഐ പി എന്നും പറഞ്ഞു സാധനം പറയുന്നുണ്ട്. അത് എന്താണെന്നറിയോ? എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രെഡൻഷ്യൽ ഹാർവെസ്റ്ററിന്റെ അകത്ത് യൂസർ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ ഉണ്ട്. ആ ഡേറ്റ എവിടേക്ക് അയക്കണം എന്നത് എന്താ, എവിടേക്ക് അയക്കണം എന്നതിന് ഉപയോഗിക്കുന്ന ലിസണർ അല്ലെങ്കിൽ എന്താ സെർവർ അഡ്രസ് ആണ് എന്താ ഈ പോസ്റ്റ് ബാക്ക് ഐ പി എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് എന്താ പറയുന്നത് വെച്ചാൽ ഇത് ഫിഷിംഗ് ഒക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഫിഷിംഗ് അറ്റാക്ക് എങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ളൊരു സാധനമാണ്. ആരും ഇത് ഇല്ലീഗലായിട്ടൊന്നും യൂസ് ചെയ്യാതിരിക്കുക, ലീഗലി മാത്രം ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ ഇതൊരു എങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നൊന്നും നമ്മൾ പറയില്ല.
നമുക്ക് സൈറ്റ് ക്ലോണർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു ഫേക്ക് ആയിട്ടൊരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇവിടെ അങ്ങനെ ഒരു ഫേക്ക് ലോഗിൻ പേജ് ഇപ്പൊ കറന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമുക്കപ്പം ഇവിടെ വേറെ ഒരു സൈറ്റിന്റെ ക്ലോൺ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ് നോക്കട്ടെ. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സാധനമാണ് ക്ലോൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ജസ്റ്റ് ഓക്കെ. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇവിടെ നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുന്നില്ല ഗൈസ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്കെന്നാൽ കിട്ടുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫിഷിംഗ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ. ഓക്കെ, ഇത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, ചെയ്യാനൊന്ന് ശ്രമിച്ച് നോക്കാം, അത്ര തന്നെ. ഓക്കെ, ഓക്കെ, അപ്പം ഇന്നത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഏകദേശം നമ്മളിവിടെ ഒരു വേറൊരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ബട്ട് ഈ ടൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇന്നലെ എങ്ങനെയാണ് ഒരു ഫിഷിംഗ് നടക്കുന്നത് എന്നുള്ള ഏകദേശം ഞാൻ കാണിച്ചു തന്നല്ലോ. ഒരു വെബ്സൈറ്റിന്റെ എങ്ങനെയാന്നുള്ളതൊക്കെ ഏകദേശം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് എന്തൊക്കെയോ കാരണവശാൽ കിട്ടുന്നില്ല. സാധാരണ ഇത് കിട്ടുന്നതാണ്, പക്ഷേ ഇപ്പോൾ എന്തോ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നില്ല. സാധാരണ നമ്മൾ സൈറ്റ് പോകുന്നത് യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റം ബോട്ട് വെച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇത് നമുക്ക് കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. നമുക്ക് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും ഓക്കെ ആണോ? ഇന്ന് പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട ആരെങ്കിലും ഒക്കെ ആള് കുറവ്, ഒന്നാമത്തെ ആള്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം ലിഫ്റ്റ് ആയിക്കോ. ശരി, അപ്പൊ ഓക്കെ.